വൃക്കരോഗികളായ സാധാരണക്കാർക്ക് സാമ്പത്തിക പ്രയാസം കൂടാതെ ചികിത്സ ഉറപ്പാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് സൗജന്യ വൃക്കദാന സേന സെക്രട്ടറി ഖാലിദ് പെരിങ്ങത്തൂർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വൃക്കരോഗികൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃക്കരോഗികൾ ഡയാലിസിസിനായാലും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആയാലും ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഡയാലിസിസ് സെൻ്ററുകളെക്കാളും ആശുപത്രികളെക്കാളും എത്രയോ 10 മടങ്ങാണ് വൃക്കരോഗികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വൃക്കയുടെ ഒരു വാണിജ്യവൽക്കരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഏജന്റുമാരും സബ് ഏജന്റുമാരും വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട രോഗികളിൽ നിന്നും അതുപോലെ ഉള്ള അസോസിയേഷനിൽ നിന്നും കൈപ്പറ്റി മുങ്ങുന്ന ഒരവസ്ഥയും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. വൃക്കരോഗവുമായി ബന്ധപ്പെട്ട ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയ ചികിത്സകൾക്കുള്ള ചെലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായതുകൊണ്ട് തന്നെ വൃക്കരോഗ ചികിത്സ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പൊതുമേഖലാ ഇൻഷുറൻസ് സഹകരിച്ച് NRHMന്റെയോ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയോ സഹകരണത്തോടെയും പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും വെൽനസ് സെന്ററുകളിലും ഡയാലിസിസ് ചെയ്യുന്നതിന് സംവിധാനമൊരുക്കണം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ യുവാക്കളുടെ പങ്കാളിത്തത്തോടെ സൗജന്യ വൃക്കദാന സേനകൾ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ വാർഡുകളിൽ രൂപീകരിക്കുക. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വർഷത്തിലൊരിക്കലെങ്കിലും ജനകീയ പങ്കാളിത്തത്തോടെ സൗജന്യ വൃക്കരോഗ നിർണയ പ്രതിരോധ തുടർ ചികിത്സാ ക്യാമ്പുകൾ നടത്തുക. പാവപ്പെട്ട ആളുകളുടെ വൃക്ക ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നികുതി ഇളവ് അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. വൃക്ക, കണ്ണ്, ലിവർ, ഹാർട്ട് തുടങ്ങിയ അവയവങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ മരണശേഷമോ സൗജന്യമായി ദാനം ചെയ്യാൻ തയ്യാറാവുന്നവർക്കായി സർക്കാർ ആശുപത്രികളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ പ്രത്യേകം രജിസ്ട്രേഷൻ കൗണ്ടർ ആരംഭിക്കുകയും ചെയ്യുക. എങ്കിൽ ഈ മേഖലയിലെ കച്ചവടവൽക്കരണം ഇല്ലായ്മ ചെയ്യാനും ഒരളവോളം വൃക്കരോഗികളായ സാധാരണക്കാർക്ക് സാമ്പത്തിക പ്രയാസം കൂടാതെ ചികിത്സ ഉറപ്പാക്കാനും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ഖാലിദ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വി സുരേന്ദ്രൻ, കെ സുനിൽകുമാർ, CK രവിശങ്കർ, CM അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു. KMCN ആലപ്പുഴ.